കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ യുവതിയുടെ കുടുംബം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾ നേരിട്ടത് ക്രൂര പീഡനമാണെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള ന്യൂസ് 8നോട് പറഞ്ഞു. കുഞ്ഞിനു വേണ്ടിയെല്ലാം സഹിച്ച അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് അമ്മ തുളസി ഭായും പറയുന്നു. യുഎയിലെ തുടർ നടപടിക്ക് നാളെ തുടക്കമാകും. ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ കുടുംബം സമീപിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുൻപും അതുല്യ ക്രൂരമർദ്ദനത്തിനിരയായി എന്നുള്ള തെളിവുകൾ കൂടി പുറത്തുവരികയാണ്. സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ അതുല്യ പറയുന്നുമുണ്ട്. ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അനിയത്തിനടുത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരികെ വന്നതായിരിക്കും. അപ്പോഴായിരിക്കും ഇദ്ദേഹം മദ്യപിച്ച് ഓവറാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു നോർമൽ മദ്യപാനമാണെങ്കിൽ അത്രയും വിഷയങ്ങൾ വരത്തില്ല. മദ്യപാനം ഓവറാകുമ്പം വയലൻ്റ് ആവുകയും നിസ്സാര കാര്യം ഒരു കാര്യമില്ലാതെ തന്നെ എനിക്കറിയാം. ഞാൻ ഒരു കാര്യമില്ല തന്നെ അറ്റാക്ക് ചെയ്യും പെട്ടെന്ന് കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. ഒരുപാട് പാടുകൾ കാണുന്നുണ്ട്. ആ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ ഞാൻ ഒരു വർഷം മുന്നേ അവിടെ ഉള്ളപ്പോഴേക്കും ഒരു ഭയങ്കര മർദ്ദനമൊക്കെ ഉണ്ടായി. അന്ന് ഞാൻ പോയി പിന്നെ അവിടെ വിളിച്ചുകൊണ്ട് വന്ന് അനിയത്തിയുടെ പൊങ്ങി കൊണ്ട് നിർത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ അന്ന്. പിന്നെ ഇവൻ വന്ന് കാല് പിടിച്ച് കരയുമ്പം പെൺമനസ്സിൽ അല്ലെങ്കിൽ അവളങ്ങ് പുറകിനങ്ങ് പോകും. മനസ്സിലായില്ല. അന്ന് ഞാൻ കട്ടൻ റൈസായിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം, ഇനി ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യരുതെന്ന്. പക്ഷേ പിന്നെ ഇവൻ വന്ന് നിരന്തരം കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ കുഞ്ഞ് പോയത് വീണ്ടും. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ. അതിനയാൾ ചവിട്ടി കൂട്ടി തന്നെ അയാൾക്ക് ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. വിനേഷ് ചേർന്ന്. വിനേഷ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. അത് ആത്മഹത്യയാണോ എന്നുള്ള ഒരു സംശയം പോലും ഉയർത്തുന്ന രീതിയിൽ അത് കുടുംബം പറയുന്ന പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഡിജിറ്റൽ തെളിവുകളായിട്ട് വരികയും ചെയ്യുമ്പോൾ അത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി വഴിവെക്കുന്നു. ഏത് നിലപാടിലേക്ക് കുടുംബം കിടക്കുകയാണ്? ഒരു പ്രാഥമിക നിഗമനം എങ്ങനെയാണ് പോലീസ് കാണുന്നത് ഈ വിഷയത്തിനകത്ത്? തീർച്ചയായും പറഞ്ഞ അതിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരുപാട് തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. കുടുംബം മുന്നോട്ട് വെക്കുന്ന ചില സംശയങ്ങൾ ഇതിനെല്ലാം ഈ തെളിവുകൾ സഹായകരമായി തീരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നു മകൾ ഒരിക്കലും തൂങ്ങി മരിക്കില്ല, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, കൃത്യമായി അന്വേഷണം വേണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു. കൊല്ലം ചവറ തെക്കമ്പാകം സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറെ ശബ്ദ സന്ദേശങ്ങളും തെളിവുകളായി ഈ പരാതിയോടൊപ്പം തന്നെ കുടുംബം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ അല്പസമയം മുന്നേ കേട്ടത് യുവതി സംസാരിക്കുന്നതാണ്. ബന്ധുവിന് അയച്ചു കൊടുത്ത ഒരു ശബ്ദ സന്ദേശമാണ്. അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ താൻ മരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദി ഭർത്താവാണെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു തനിക്ക് ജീവനെടുക്കാൻ തന്നെ ഭയമാണ് എന്ന രീതിയിൽ പറയുന്നു. അത്രത്തോളം യാതന യുവതി അനുഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. ഈ ലഹരിക്ക് അടിമയാണ് ഈ യുവതിയുടെ ഭർത്താവ് എന്നുള്ള വലിയൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. സതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ന്യൂസ് 8 പുറത്തുവിട്ടതാണ്. യുവതിയെ മർദ്ദിക്കുന്ന തരത്തിൽ ഷാർജയിൽ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ കസാരയെടുത്ത് മർദ്ദിക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, മാരകായുധം കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുന്നു. അത്തരത്തിലുള്ള വലിയ ദൃശ്യങ്ങൾ എന്നിട്ട് തന്നെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുവതിയെ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടന്നു വരുന്നുണ്ട്. അപർണ. വിനീഷ്,
പ്രവാസി സംഘടനകളും ഈ വിഷയവുമായിട്ട് മുന്നോട്ട് വരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇതിപ്പോൾ വിഭജികയുടെ വിഷയം തൊട്ട് ഇങ്ങോട്ട് പല പല സംഭവങ്ങളാകുമ്പോൾ ഇത് ആ തരത്തിൽ തന്നെ അന്വേഷിക്കണമെന്നുള്ള നിലപാടൊക്കെ പല പ്രവാസി സംഘടനകളും സമൂഹ മാധ്യമങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തതാണ്. ആ തരത്തിലൊക്കെ സഹായം ഇവർക്ക് കുടുംബത്തിന് കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? നിലവിൽ അതുല്യയുടെ സഹോദരി ഷാർജയിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുല്യ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അതായത് വർഷങ്ങളായിട്ട് ഇവർക്ക് ഈ ഷാർജയുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്ത് വലയങ്ങൾ അവിടെയുണ്ട്, അസോസിയേഷൻ ഉണ്ട്. ഇവരെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണയായിട്ട് ഇപ്പോൾ ഇവരോടൊപ്പം ഉള്ള സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഈ കേസ് ഇപ്പോൾ നാട്ടിലാണ്, അതായത് കൊല്ലത്താണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും പരാതി കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സഹോദരി പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അതിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്ന് അവധി ദിവസമാണ്. നാളെയാകും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഫോറൻസിക് ലാബിലാവും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ നിയമ നടപടികൾ ഉണ്ടാവുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കാരണം ഈ വീട്ടുകാരുൾപ്പെടെ ഇയാളുടെ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് ഈ പെണ്ണിനെ ഇത്രത്തോളം മർദ്ദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ബന്ധം വേർപിരിയാനായിട്ട് കോടതി സമീപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരം എല്ലാം സതീഷ് ഈ യുവതിയെ അനുനയിപ്പിക്കുകയും യുവതിയുടെ കാല് പിടിച്ചു, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ സത്യം ചെയ്തു എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത്. അത്തരം ഒരു സ്വഭാവ രീതിയും കൂടി ഈ കുടുംബം മുന്നോട്ട് പറയുന്നുണ്ട് ഈ സതീഷിനെതിരെ. സതീഷ് മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തനാവുന്ന സാഹചര്യമുണ്ട്. മദ്യപിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ സ്നേഹമാണ് ഇരുവരും. അതുകൊണ്ട് ഒരുപാട് എന്നാണ് പറയുന്നത്. അതുല്യ സ്വന്തം മകളെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം ഷാർജയിൽ ഈ അതുല്യയും സതീഷ് മാത്രമായിരുന്നു ഫ്ളാറ്റിൽ താമസം. മകൾ നാട്ടിൽ അവരുടെ അച്ഛന്റെയും അതുല്യയുടെ അച്ഛന്റെയും അമ്മയുടെ ഒപ്പമാണ് മകൾ ഇവിടെ പഠിക്കുന്നതും. മകളെ അവിടെ നിർത്തിയപ്പോൾ തന്നെ ഇയാളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമങ്ങൾ കണ്ട് കുട്ടി പേടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് അതുല്യയുടെ മാതാപിതാക്കൾ കുട്ടിയെ തിരികെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, അതുപോലെ തന്നെ വലിയൊരു സംഭവം തന്നെയാണ് അപർണ. നമുക്ക് പറയാൻ വാക്കില്ല. കാരണം ഈ വീട്ടിൽ അത്രത്തോളം ഈ അതുല്യയുടെ പിതാവ് നമ്മളോടൊപ്പം സംസാരിച്ചു. അയാൾ ചങ്കുപൊട്ടി കരഞ്ഞ സാഹചര്യമാണുള്ളത്. കാരണം ആർഭാടപരമായിട്ടാണ് വിവാഹം നടത്തി കൊടുത്തത്. ബൈക്ക് കൊടുത്തു, അതായത് 1.5 ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് സ്ത്രീധനമായി നൽകി. അതുപോലെ തന്നെ സ്വർണം കൊടുത്തു. ഇതൊന്നും പോരാതെ തന്നെ കാർ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അതില്യെ അതിക്രൂരമായി മർദ്ദിച്ച സാഹചര്യമുണ്ട്. ഒരു പിതാവിന് ഒരിക്കലും ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വേദനയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അമ്മയും അച്ഛനും നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് അതുല്യയുടെ മാതാവ് തുളസിഭായ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സമയം തകർന്ന മനസ്സാണെന്നറിയാം, പക്ഷെ എന്തായാലും ചോദിക്കുകയാണ്. ഒരു മകളെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയെന്ന് പറയുന്നു. നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മോള് ആത്മഹത്യ ചെയ്യത്തില്ല. അവൾക്ക് ആത്മഹത്യ പ്രവണതയേ ഇല്ല. അവൾക്ക് പേടിയാ, ആത്മഹത്യ ചെയ്യാൻ പേടി. കാരണം അവിടെ മരണ വീട്ടിൽ പോലും പോകത്തില്ല, പേടിച്ച്. ഈ മരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് പേടിയാ. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. അതുമല്ല, പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം. അവളെ എന്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ചു പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അഥവാ അമ്മ ഇല്ലാതെ വന്ന മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. ഇങ്ങനെ വരെ പറയുന്ന ഒരു കുഞ്ഞ്. അതുപോലെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് 12:30 ഇട്ട് കുഞ്ഞ് ഹാപ്പിയായിട്ട് പിറ്റേന്ന് ജോലിക്ക് വന്ന തുണിയും മേടിച്ചുകൊണ്ട് അനിയത്തിയുടെ അടുത്തുനിന്ന് വന്നു. തലേന്ന് എന്നെ സന്തോഷത്തെ ഫോൺ വിളിക്കുകയും ചെയ്തു. അപ്പം രാവിലെ അനിയത്തിയുടെ അങ്ങ് പോകാൻ നേരം എന്നെ ഫോൺ പോയിട്ട് അനിയത്തിയുടെ വീട്ടിൽ നിന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ച അനിയത്തിയും ചേട്ടത്തിയൂടെ തമാശ പറയും. അനിയനുമായിട്ട് ഇളയ മോടെ കളിയാക്കി സ്കൂളിൽ പഠിച്ച പണ്ടത്തെ ഫോട്ടോ കാണിച്ചു മൂത്ത മോള്. എന്നിട്ട് അവളെ കളിയാക്കി ഇളയ മരുമോനെ കാണിച്ചിട്ട് പണ്ട് അവിടെ കോലം ഇതായിരുന്നെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അന്നേരം പറഞ്ഞ അവളെ കളിയാക്കണ്ട, എന്റെ മോള് നല്ലതാടി എന്ന് ഞാൻ എന്റെ മൂത്ത മോളോട് പറയാം. നമ്മളറിയുന്നില്ലല്ലോ എന്റെ കുഞ്ഞ് നമ്മളെ വിട്ട് പോകുമെന്നൊക്കെ. പീഡന വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്റെ മോള് എന്നെ ഉപദ്രവിച്ചാലും അന്ന് തന്നെ എന്നെ വീഡിയോ കോളിൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് കാണിക്കും എന്നെ. ഇതെല്ലാം കാണിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ അന്ന് തൊട്ട് മോളിഞ്ഞ് വാടി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയും ഇത്രത്തോളം പീഡനം സഹിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? നമുക്ക്
ബന്ധം പിരിയാനുള്ള നോട്ടീസും കൊടുത്തു. അങ്ങനെ ഒരു വട്ടം കേസ് കൊടുത്തതാ. ആ, എൻ്റെ പൊടിമോക്ക് 1.5 വയസ്സുള്ള സമയത്ത് കേസ് കൊടുത്തു. അതും നിസ്സാര കാര്യത്തിന്. എൻ്റെ അവിടെ പനിക്കറ്റോടി അമ്പലത്തിൽ താലിപ്പൊലിക്ക് പോയ പേരും പറഞ്ഞ് താലിപ്പൊലിക്ക് പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഇളയ മോക്ക് അന്ന് വിളക്കെടുപ്പ്. ഇവര് തങ്ങളിൽ 4.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം വിളക്കെടുപ്പിന് പോകണ്ട, കുഞ്ഞിന് ചൂട് കൊള്ളും എന്ന് പറഞ്ഞു. ചൂട് കൊള്ളുമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കിടക്കുവോ? അവനൊന്നാമത് സംശയ രോഗമാ. അപ്പൊ ഞങ്ങൾക്ക് വിളക്കെടുക്കുകയും വേണം. എന്തായാലും അവൾ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അതുകൊണ്ട് വാടി മോളെ, നീ ഒറ്റയ്ക്ക് കിടക്കണ്ട എന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഞങ്ങൾ അന്നേരം രണ്ട് കര ചുറ്റാനുള്ള അനുവാദം അവള് കെഞ്ചി ചോദിച്ച്. അങ്ങനെ 2 കര ചുറ്റെന്ന് പറഞ്ഞു. 2 കര ചുറ്റി 3-ാമത്തെ കര ശിവനട അല്ലെന്നേ, അത് 3-ാമത്തെ കരയെ. അപ്പൊ അവരുടെ മാമി കണ്ടവളെ, ഭർത്താവിന്റെ മാമന്റെ ഭാര്യ. അന്നേരം പിറ്റേന്ന് അവര് ഞൊണ പറയുന്ന പെണ്ണാ. അവരന്നേരം എവൻ അങ്ങോട്ട് കോൾ ചെയ്തടാ, നിന്റെ ഭാര്യ അതുല്യെ ഞാൻ കണ്ടിടാ ശിവനടയെ വെച്ച്. അപ്പൊ ഇവന് മനസ്സിലായി അത് 3-ാമത്തെ കരയില്ലേ. അപ്പൊ അവൻ പറയുന്ന കേൾക്കാതെ 3 കര ചുറ്റിയെന്ന് പറഞ്ഞ പേരും പറഞ്ഞ് ഇനി അവന്റെ വീട്ടിലോട്ട് പോണ്ടാന്ന് പറഞ്ഞു അവൻ പറയാതെ. അങ്ങനെ 6 മാസം എൻ്റെ കുഞ്ഞിനെ അവൻ അങ്ങോട്ട് വിട്ടില്ല. ചെല്ലണ്ടാന്ന് പറഞ്ഞ. ഈ 6 മാസം എൻ്റെ കുഞ്ഞിന് അവൻ ചെലവിന് അയച്ചു തന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ കേസ് കൊടുക്കുന്നത്, ബന്ധം ഒഴിയാൻ. അവരുടെ വീട്ടുകാരും കാണാൻ വന്നില്ല. അതിന് ചെലവിന് ഒന്നും അയച്ചു കൊടുക്കുകയും. അവനന്നേരം നല്ല ശമ്പളം ഉള്ളവനാ. ആ വൈരാഗ്യത്തിന് 6 മാസം നിന്നതുകൊണ്ട് അവള് പറഞ്ഞു, എനിക്കിനി ഈ ബന്ധം വേണ്ട. അങ്ങനെ നമ്മൾ കേസ് കുടുംബ കോടതിയിൽ തന്നെ കൊടുത്തു. അല്ല, സ്റ്റേഷനിൽ കൊടുക്കണ്ടെന്ന് വക്കീൽ. നമ്മുടെ മൂത്ത ചേട്ടത്തിയുടെ മരുമോൻ SI നമ്മുടെ സൂര്യനാട് സ്റ്റേഷൻ. അപ്പൊ ആ പയ്യനോട് ഞാൻ ഇതേപോലെ വിവരം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, കുഞ്ഞമ്മേ സ്റ്റേഷനിൽ കൊടുക്കണ്ട, കോടതിയിൽ കൊടു. അപ്പം 2 നല്ല വക്കീലന്മാരെ ഇടപെടുത്തി തന്നു. ഒന്ന് ചവറയിലും ഒന്ന് മൈനാപ്പിളിലുള്ള. ശരിയാണ്, ചോദിച്ചറിയാം. തകർന്ന സാഹചര്യമാണ് എന്നറിയാം, മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. എന്നാലും ചോദിക്കുക, ഈ ഒരു സംഭവം എങ്ങനെയാണ് അറിയുന്നത്? സുഹൃത്താണ് വിളിച്ച് പറഞ്ഞത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പുറം ഞാനിത് അറിയുന്നത്. ഈ ഒരു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ മോള് അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, ഇവർ തങ്ങളതാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണ് നിരന്തരം. വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം മുതൽ തന്നെ അവന് പീഡനങ്ങളും ആക്രമണങ്ങളും തുടങ്ങിയിരുന്നു. ആദ്യം 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ശ്രീധനത്തിന് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി സിവിൽ എഞ്ചിനീയർ, ശമ്പളമൊക്കെ ഉണ്ടവൻ, 2 ലക്ഷം രൂപയുടെ ശമ്പളമൊക്കെ ഉള്ളവനാണ്. അന്ന് നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ. കുഞ്ഞിനെ ഹരാസ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല, കുഞ്ഞ് വന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ പിന്നെ അത് കേസൊക്കെ ആയിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ ആ കേസ് പിന്നെ കോടതി അത് പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒത്തുതീർപ്പാക്കി അങ്ങ് വിട്ടത്. പിന്നെ ഈ ഒരു കുഞ്ഞില്ലേ, അതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യം ഇവിടെ നോക്കണമല്ലോ എന്ന് വെച്ചാൽ പിന്നെയും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അവൾ പോയ എൻ്റെ മോൾ അന്ന് തൊട്ട് അവൾ കോംപ്രമൈസ് ജീവിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അത്ര രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് അവൻ. അത്ര പീഡനമാണ് അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവളുടെ കൊല ചെയ്യുകയായിരുന്നു. കൊന്നെന്ന് വേണം പറഞ്ഞാൽ 11 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് അത് പൂർണ്ണമാക്കിയെന്നുള്ളതേ ഉള്ളൂ. അന്ന് മുതലേ അങ്ങനെ തന്നെ അവളെ എൻ്റെ മോൾ അനുഭവിച്ച ഒരു ദുഃഖം, യാതന, പീഡനം, സഹനം, വേദന അവൾ ഒരു മനുഷ്യ സ്ത്രീകൾ ഇതുപോലെ ഈ ഭൂമിയിൽ അനുഭവിച്ച് കാണുന്ന പോലെ കൊച്ചു പ്രായത്തിന്. ചേട്ടൻ ദുബായിലായിരുന്ന സമയത്ത് ഇതുപോലെ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. 1 പ്രാവശ്യം കഴിഞ്ഞ വർഷമായിരുന്നു അത്. അതുകൊണ്ടൊക്കെ രാത്രിയിൽ അവൻ വയലൻ്റായി മർദ്ദിച്ച് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് അവിടെ എത്തി വിളിച്ചുകൊണ്ട് ഞാൻ വന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ അവളടുത്ത്. അവൾ അനിയത്തിൻ്റെ റൂമിൽ കൊണ്ട് നിർത്തിയതായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചും പറഞ്ഞു ഇനി ഒരിക്കലും അവൻ്റെ കൂടെ താമസിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞ് എന്തോ അവൾ മനസ്സലിഞ്ഞ് പോകും, കാല് പിടിച്ച് കരയുമ്പം മനസ്സലിഞ്ഞ് പോകും. പിന്നെ അവൾ 2-3 ദിവസം അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ കഴിഞ്ഞ് പോരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തീരുമാനം എടുത്തതാണ്. പിന്നെ അവൻ വന്ന് മാറ്റി വീണ്ടും അവൾ വിളിച്ചുകൊണ്ട് പോയി. അവന് ഒരാവശ്യം അവന് ടച്ചിങ് ഉണ്ടാക്കാനും മദ്യം കുടിക്കുമ്പോൾ അവന് സപ്ലൈ ചെയ്യാനും അവന് വെള്ളം എടുത്ത് കൊടുക്കാനും അവനെ പരിചരിക്കാനും ഉള്ള ഒരു അടിമയെ പോലെ അവൻ കണ്ടിരുന്നത്. അല്ല ഒരു ഭാര്യയായിട്ട് ഒരിക്കലും അവൻ കണ്ടിരുന്നത്. ഒരു ഭാര്യയുടെ സ്നേഹം അവന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. അവർ പരിഗണന പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അക്തിസാക്ഷിയായിട്ട് ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിച്ചതാണ്. കതിർമണ്ഡവും എല്ലാം
എല്ലാം ആഡംബരമായിട്ട് വിവാഹം കഴിച്ച് വിട്ടതാണ്. പേഴ്സണാലിറ്റി അവനെ കണ്ട പേഴ്സണലി അവനെ ആ ലുക്കിൽ നമുക്ക് അവനൊരു ഫ്രോഡാണെന്ന് നമുക്ക് തോന്നില്ല. അതാണ് നമുക്ക് ദൈവം മറച്ചു പിടിച്ചത്, അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ ഫ്രോഡിനെ ദൈവം മറച്ചാണ് നമുക്ക് തന്നത്. അവൻ ഫ്രോഡാണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് പിന്മാറാമായിരുന്നു. പക്ഷെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെയും കോംപ്രമൈസ് ചെയ്ത് പോകും അവൾ കുഞ്ഞിനെ ഓർത്ത്. പിന്നെയും അവൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ദുഃഖപ്പെട്ടവൾ ഒരുപാട്. എന്നെ കിടന്ന് ഞാൻ അന്ന് സൗദി അറേബ്യയിലാണ് നിൽക്കുന്നതെന്ന് ഫോണിൽ കൂടെ കിടന്ന് വിളിക്കുക, മർദ്ദനങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിസ്സഹായനാണ്, നമ്മളൊരു അകലത്തിലാണ്. ഒരു പരിധികളില്ല എല്ലാത്തിനും. സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിലും ആദ്യകാലത്ത് അതായിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. മദ്യപിക്കുമ്പോൾ കൈ കിട്ടായ പിന്നെ വിലപിടിപ്പുള്ള ഫോൺ വരെ എടുത്ത് അടിച്ചങ്ങ് പൊട്ടി. അന്നേരം പ്രത്യേക മെൻറ്റാലിറ്റിക്കാരനായ അവൻ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറുവാണ് ആൾ. പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവന് പോലും അറിയത്തില്ല. അന്ന് ഞാൻ ആ വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ മോളാജിനോട് ഞാനത് കയറി തടയുക. ഞാൻ പിന്നെ പിടിച്ചൊരു തള്ളു കൊടുത്താണ് മോളെ റിലീസാക്കി കൊണ്ടുവന്നത്. മനസ്സിലായി? അത്ര ഒരു ഭ്രാന്തമായ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. പലരും അന്ന് ഞാൻ അവളെ ആ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചിട്ട് കൊണ്ടുവരാൻ നേരത്ത് ഇവന് അവിടെ കുഞ്ഞിനെ വന്ന് പിടിക്കുക പുറമെന്ന്. പിന്നെ അതിനെ കരഞ്ഞുകൊണ്ട് വരും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യം സ്വഭാവം ആ പിന്നെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കാൽ പിടിക്കാൻ ചെല്ല. കുഞ്ഞായതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കൊച്ചുമോക്ക് അവിടെ അമ്മയെ നഷ്ടപ്പെട്ടു. അതുല്യയുടെയും വിഭജികയുടെയും മരണം ആശങ്കാജനകമാണെന്ന് പി സി വിശ്വനാഥ് MLA. രണ്ടുപേരും പീഡനങ്ങൾക്ക് ഇരയായി എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും നീതി കിട്ടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്നും പി സി വിശ്വനാഥ് ആവശ്യപ്പെട്ടു. ക്രൂരമായ പീഡനമാണ് വിഭജിക ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അതുല്യയുടെ സംഭവത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്, അതും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, ക്രൂരമായ പീഡനമാണ് ലഹരിക്ക് അടിമയായ ഭർത്താവിൽ നിന്നും ആ സഹോദരി സഹിക്കേണ്ടി വന്നത്. അത് സഹിക്കവയ്യാതെ ജീവൻ ഒടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന്, ആ കുടുംബത്തിന് നീതി കിട്ടുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടി നടപടികൾ, ആക്ഷൻ ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.